ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാജീവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. രാജീവ്, ഈ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘവുമായി ഇതിന് സാമ്യമുണ്ട് എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് പരാമർശങ്ങൾ വരികയാണ്. സുഭാഷ് കപൂറിന്റെ ചെയ്തികളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെയ്തികളും സമാനമാണ് എന്ന് പറയുമ്പോൾ വലിയ സംശയങ്ങളാണ് ഉടലെടുക്കുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് വരെ അയ്യപ്പന്റെ അമൂല്യ വസ്തുക്കൾ എത്തിയോ എന്ന വലിയ സംശയം ഹൈക്കോടതി പ്രകടിപ്പിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. വിവരങ്ങൾ നീലിമ, തീർച്ചയായും വളരെ ഗൗരവമുള്ള വിഷയമായി തന്നെ ഇതിനെ കാണേണ്ടി വരും. പ്രത്യേകിച്ചും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഇത്തരം സംഭവങ്ങൾ ശബരിമലയിൽ നടക്കില്ല എന്ന് ആദ്യഘട്ടം മുതൽ നമ്മൾ പറഞ്ഞതാണ്. മാത്രമല്ല ഹൈക്കോടതിയും ഇതേ നിരീക്ഷണത്തിലേക്ക് തന്നെ എത്തിയതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഇത്തരം സംഭവങ്ങളൊന്നും നടക്കില്ല. ഈ കട്ടിളപ്പാളികളും അതുപോലെ തന്നെ സ്വർണ്ണപ്പാളികളും ഒക്കെ കൊണ്ടുപോകുന്നു, അത് പ്രദർശന വസ്തുവാക്കുന്നു, മാസങ്ങൾ കഴിഞ്ഞ് ഈ സ്വർണം വേർതിരിച്ചെടുത്ത ശേഷം തിരിച്ചെത്തിക്കുന്നു. അപ്പോഴൊന്നും യാതൊരു തരത്തിലുള്ള പരിശോധനകളും ഇവിടെ നടക്കുന്നില്ല. അത് സംബന്ധിച്ച് അന്ന് തന്നെ സംശയങ്ങൾ ഉയർന്നതാണ്. ഹൈക്കോടതി ഈ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി അന്വേഷണം വേണം, ശക്തമായ അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഇത്തരമൊരു അന്വേഷണം ഉണ്ടായതും അതുകൊണ്ട് തന്നെയാണ്. സാധാരണ നമുക്കറിയാം, ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ ഹൈക്കോടതി പോലീസിനോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് കൃത്യമായ അന്വേഷണം വേണം, നേരിട്ട് റിപ്പോർട്ട് നൽകണം, 10 ദിവസം കൂടുമ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണം. DGPയെ കൂടി കക്ഷി ചേർത്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തിയത്. അതിന് കാരണമെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പെഷ്യൽ കമ്മീഷൻ നൽകിയിരിക്കുന്ന റിപ്പോർട്ടാണ്. 42ഓളം റിപ്പോർട്ടുകൾ ഹൈക്കോടതിക്ക് മുന്നിലുണ്ട്. ശബരിമല മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ടുകൾ നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടുകളിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ശബരിമലയിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, വലിയ അട്ടിമറികൾ നടന്നിട്ടുണ്ട്, വലിയ മോഷണങ്ങൾ നടന്നിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം, SIT രൂപീകരിക്കുന്നതിന് മുൻപാണ് ഹൈക്കോടതി ഇത്തരമൊരു നിരീക്ഷണം നടത്തിയത്. ശബരിമലയിൽ വലിയ ഗൂഢാലോചന നടത്തിക്കുന്നു. ഉന്നതതല ഗൂഢാലോചന മാത്രമല്ല, ശബരിമലയിൽ നിന്ന് പലതും നഷ്ടപ്പെട്ടോ എന്ന സംശയം ഉയരുന്നു എന്ന് ഹൈക്കോടതി പറഞ്ഞത് SIT അന്വേഷണത്തിന് മുൻപാണ്. അതിന് കാരണമെന്ന് പറയുന്നത് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പരിഗണിച്ച ശേഷമാണ് പ്രത്യേക അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ആവശ്യത്തിലൂന്നി നടത്തിയ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളാണ് നിലവിൽ ഇപ്പോൾ N വാസുവിൽ എത്തി നിൽക്കുന്നത്. N വാസുവിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാൻ കാരണവും അതുതന്നെയാണ്. ഏതായാലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇന്നും ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ശബരിമലയിൽ എന്തൊക്കെ നടന്നു എന്ന് വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. 1988 വിജയമല്യ പൂശിയ സ്വർണം, വിജയമല്യ പൊതിഞ്ഞ സ്വർണം അതേ രീതിയിൽ ശബരിമലയിൽ ഇപ്പോഴും ഉണ്ടോ എന്ന കാര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുകയാണ്. നിലവിലിപ്പോൾ കട്ടളപ്പാളികളും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളും മോഷ്ടിച്ചു എന്നത് സംബന്ധിച്ചാണ് നിലവിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതെങ്കിൽ ആ സ്വർണം കണ്ടെത്തണമെന്ന ആവശ്യം ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, ഈ വാതിൽ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്, ഈ വാതിൽ എവിടെയാണ് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം. ആ വാതിലിൽ നിന്ന് സ്വർണം കവർന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു. ഇതിനൊപ്പമാണ് ഈ വിഗ്രഹ മോഷണ സംഘങ്ങൾ കൂടി ഇതിന് പിന്നിലുണ്ടോ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിലുണ്ടോ എന്ന സംശയം ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും അത്തരമൊരു സംശയം വരുമ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രമായി ഇത് ഒതുങ്ങി നിൽക്കില്ല. 2018, 2019 കാലയളവിലാണ് ഈ ഗൂഢാലോചനകൾ തുടങ്ങുന്നത്. അന്ന് നമുക്കറിയാം, ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ സർക്കാർ നടപടികൾ തീർത്ഥാടകരെ ഒന്നടങ്കം ശബരിമലയിൽ നിന്ന് അകറ്റിയ ശേഷമാണ് ഇത്തരത്തിലുള്ള മോഷണങ്ങളൊക്കെ സന്നിധാനം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരിക്കുന്നത്. 2018 അവസാനമാണ് ഇതിനുള്ള ഗൂഢാലോചന നടന്നതെങ്കിൽ 2019 ഫെബ്രുവരിയിലാണ് ഉത്തരവ് പുറത്തിറങ്ങുന്നത്. ഈ ഉത്തരവിലാണ് സ്വർണം ചെമ്പായി മാറുന്നത്. ഇത്തരമൊരു ഉത്തരവ് പുറത്തിറങ്ങുമ്പോൾ അന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഈ ഉത്തരവ് കണ്ടിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാർ ഈ ഉത്തരവ് കണ്ടിട്ടുണ്ട്. അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന 2 തവണ ദേവസ്വം കമ്മീഷണറായിരുന്നു N വാസു. മാത്രമല്ല ശബരിമലയിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്നു ആ N വാസു ഉൾപ്പെടെ ഈ ഉത്തരവ് കണ്ടിട്ടുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടില്ല. ഇത് തന്നെയാണ് പ്രധാനമായും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ശബരിമലയിലെ അമൂല്യ വസ്തുക്കളൊക്കെ ഇപ്പോഴും അവിടെ തന്നെ തിരികെ എത്താം. ആ രാജീവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. രാജീവ്, ഇപ്പോൾ ഈ സുഭാഷ് കപൂറിന്റെയൊക്കെ നീക്കങ്ങൾക്ക് സമാനമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങൾ എന്ന് വളരെ കൃത്യമായി ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. സുഭാഷ് കപൂറിന്റെ ഒരു പ്രത്യേക കേസിലേക്ക് പോകുകയാണെങ്കിൽ തമിഴ്നാട്ടിലെ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്നും 19 വിഗ്രഹങ്ങൾ രാജ്യാന്തര മാർക്കറ്റിലെത്തിച്ച് കച്ചവടം നടത്തിയതിനാണ് ഇയാൾ ഇവിടെ ഭാരതത്തിൽ അറസ്റ്റിലാവുന്നത്. നിലവിൽ ഇയാൾ ഇപ്പോഴും തമിഴ്നാട്ടിലെ ജയിലിൽ കഴിയുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ ഈ വിഷയം അന്വേഷിച്ചതാണ്. അപ്പോൾ സുഭാഷ് കപൂറിൻ്റെതിന് സമാനമായ ചില നീക്കങ്ങൾ ഇവിടെ നടന്നു. അതായത് ഈ ശബരിമല ശ്രീകോവിൽ വാതിൽ, ആ വാതിലിൻ്റെ പകർപ്പെടുത്ത്
ആ യഥാർത്ഥ ശ്രീകോവിലിന്റെ വാതിൽ ഇവിടെ ഉണ്ടോ എന്നുള്ള സംശയം പോലും ഉന്നയിക്കത്തക്ക വിധത്തിലാണ് ഇപ്പോൾ സംഭവങ്ങൾ എത്തി നിൽക്കുന്നത്. അതിന് പകരം സ്വർണം പൂശി മറ്റൊന്ന് അവിടെ സ്ഥാപിച്ചിട്ടുണ്ടോ എന്നൊക്കെ കാര്യങ്ങളിൽ വളരെ കൃത്യമായി ഹൈക്കോടതി ഇത്തരം സംശയം പ്രകടിപ്പിക്കുമ്പോൾ ഹൈക്കോടതിയുടെ സംശയം ചെന്നെത്തുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്കാണ്. അപ്പോൾ SITയുടെ അന്വേഷണം ഒന്നുകൊണ്ട് മാത്രം ഇതിന്റെ സത്യങ്ങൾ പുറം ലോകത്തെത്തിക്കാൻ കഴിയുമോ? നിലിമ, ഏതായാലും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തോട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടി വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് 6 ആഴ്ച സമയം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതിന്റെ അന്വേഷണം പൂർത്തിയാക്കാൻ ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. പിന്നീട് 3 ആഴ്ച കൂടി വേണമെന്ന നിലവിൽ SIT ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടിയും 6 ആഴ്ചയ്ക്കകം പരമാവധി അന്വേഷണം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 42ഓളം റിപ്പോർട്ടുകളാണ് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടുകളിൽ ശബരിമലയിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ കൂടി പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി ഓരോ നിഗമനങ്ങളിലേക്കും നിരീക്ഷണങ്ങളിലേക്കും എത്തുന്നത്. അത് SIT രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ ഹൈക്കോടതി ചില നിരീക്ഷണങ്ങൾ ഇക്കാര്യത്തിൽ നടത്തിയിരുന്നു. ആ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉന്നതതല ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ശബരിമലയിൽ അമൂല്യ വസ്തുക്കൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന നിഗമനത്തിലേക്ക് ഹൈക്കോടതി നേരത്തെ തന്നെ എത്തിയിരുന്നു. മാത്രമല്ല, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനുൾപ്പെടെ ഇക്കാര്യത്തിലൊക്കെ പങ്കുണ്ട് എന്നും ഹൈക്കോടതി നിരീക്ഷണം നടത്തിയത് SIT രൂപീകരിക്കുന്നതിന് മുൻപാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. ഇനി 6 ആഴ്ചത്തെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് SIT സമർപ്പിക്കുമ്പോൾ ഹൈക്കോടതി ഒരുപക്ഷെ അത് കേന്ദ്ര ഏജൻസികളിലേക്ക് അന്വേഷണം വിടാനുള്ള സാധ്യതയുണ്ട്. അത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന് സർക്കാരിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ സർക്കാർ ഈ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കാൻ തയ്യാറാകാത്തത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് എൻ വാസുവിലേക്ക് അന്വേഷണം പോയാൽ അത് ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയിൽ തന്നെയാണ് എന്ന് സർക്കാരിന് നന്നായി അറിയാം, CPM-നും നന്നായി അറിയാം. CPM-ഉമായും വളരെ അടുത്ത ബന്ധം ഇപ്പോഴും പുലർത്തുന്ന വ്യക്തിയാണ് എൻ വാസു. ആ എൻ വാസുവാണ് പ്രതിപട്ടികയിൽ എത്തിയിരിക്കുന്നത്. ഇനി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വിധേയനാകാൻ പോകുന്നത്. ആ രീതിയിലുള്ള നടപടികൾ SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഏതായാലും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന ആവശ്യം ഇപ്പോഴും ഹൈക്കോടതിക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഹൈക്കോടതി ഇപ്പോൾ തീരുമാനമെടുത്തില്ലെങ്കിൽ കൂടിയും കൃത്യമായ നടപടികൾ SITയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് ഇത് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം 1988 വിജയമല്യ പൂശിയ സ്വർണം മുഴുവൻ അവിടെ ഉണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. ആ രീതിയിലുള്ള നടപടികൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഈ വാതിൽ, അതായത് സ്വർണ്ണവാതിൽ നേരത്തെ ശബരിമലയിൽ ഉണ്ടായിരുന്നു. അതിന് പകരം സമാനമായ രീതിയിൽ മറ്റൊരു വാതിൽ സ്ഥാപിക്കുമ്പോൾ ഈ വാതിലിൽ നിന്നുകൂടി സ്വർണം കവർന്നിട്ടുണ്ടോ എന്ന സംശയമാണ് ഹൈക്കോടതിക്കുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായ പരിശോധനകൾ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെറുതെ റിപ്പോർട്ട് സമർപ്പിക്കാനല്ല, അവിടെ എത്തി കൃത്യമായ ശാസ്ത്രീയ വശങ്ങൾ പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സമർപ്പിക്കാനാണ് നിലവിൽ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ കട്ടളപ്പാളികൾ കൊണ്ടുപോയ സംഭവത്തിലായാലും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ടുപോയ സംഭവത്തിലായാലും എത്ര സ്വർണം കടത്തി, അതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് വേണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സൈബർ ടീം അംഗങ്ങളെ ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. മാത്രമല്ല, ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടത്താൻ വിദഗ്ധരായ ആളുകളെ കൂടി അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയതും ഇതിന്റെ ഭാഗമായാണ്. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥരെ നിർദ്ദേശിച്ചിരിക്കുന്നത് ഹൈക്കോടതിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഏതായാലും ഇപ്പോഴത്തെ അന്വേഷണ രീതി നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി SIT അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ആരെങ്കിലും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായി ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ചില നടപടിക്രമങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും അത് അങ്ങനെ തന്നെ കാണേണ്ടി വരും നീലിമ. കാരണം എൻ വാസുവിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള എല്ലാ തെളിവുകളും ആ ഘട്ടത്തിൽ SITയുടെ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ആദ്യഘട്ടത്തിൽ വാസുവിനെ അറസ്റ്റ് ചെയ്തില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. മുഖ്യമന്ത്രിയുമായി എൻ വാസുവിനുള്ള ബന്ധം. കഴിഞ്ഞ ദിവസമാണ് സർക്കാരിനെ SIT അറിയിച്ചിരിക്കുന്നത്. എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. എൻ വാസുവിനെതിരെ കൃത്യമായ തെളിവുകളുണ്ട്, കൃത്യമായ ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. 2019 ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് എൻ വാസു ദേവസ്വം കമ്മീഷണറായിരുന്നു എന്ന് മാത്രമല്ല, 2018 ഈ ഗൂഢാലോചന നടക്കുമ്പോഴും എൻ വാസു ആയിരുന്നു ദേവസ്വം കമ്മീഷണർ. 2 തവണ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരുന്ന വ്യക്തിയാണ് എൻ വാസു അറിയാതെ ഇത്തരമൊരു നീക്കം നടക്കില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ഏതായാലും ശബരിമല യുവതീ പ്രവേശന സമരത്തിലെ വിഷയത്തിലെ സമരങ്ങളെ മുൻനിർത്തി, അല്ലെങ്കിൽ ആ സമരങ്ങളെ മറയാക്കിക്കൊണ്ട് കൃത്യമായ ആസൂത്രണവും ഗൂഢാലോചനയും ശബരിമലയിലെ സ്വർണം കവരാനായി സന്നിധാനം കേന്ദ്രീകരിച്ചു നടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി അറിയേണ്ടത് ശബരിമലയിലെ അമൂല്യ വസ്തുക്കളിൽ എന്തൊക്കെ ശേഷിക്കുന്നുണ്ട്, വിജയമല്യ പൊതിഞ്ഞ സ്വർണത്തിൽ എത്ര ഇനി ശേഷിക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ച കൃത്യമായ കണക്കെടുപ്പാണ് നീലിമ.
എസ് രാജീവ്, ഒരിക്കൽ കൂടി രേഷ്മയിലേക്ക് പോവുകയാണ്. രേഷ്മ, രാജ്യാന്തര വിഗ്രഹ കടത്ത് എന്ന് വലിയ തലത്തിലേക്കാണ് ഇപ്പോൾ ഈ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെ സംശയിക്കാവുന്ന വളരെ കൃത്യമായ ഗ്രൗണ്ട് സപ്പോർട്ട് ഈ സംശയങ്ങൾക്ക് ഉണ്ടതാനും. വളരെ കൃത്യമായി ഹൈക്കോടതി എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്? രേഷ്മ. നിലിമ, ഈ രാജ്യാന്തര വിഗ്രഹ കടത്തുകാരുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ അത് തന്നെയാണ്, അതിന് സമാനമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് ശബരിമല കേന്ദ്രീകരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കുപ്രസിദ്ധ കുറ്റവാളിയായിട്ടുള്ള രാജ്യാന്തര വിഗ്രഹ കടത്തുകാരനായിട്ടുള്ള സുഭാഷ് കപൂറിനെ അടക്കം ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പരാമർശിച്ചിട്ടുള്ളത്. സുഭാഷ് കപൂറിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് പോറ്റിയും നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. അതായത് സുഭാഷ് കപൂർ സാധാരണ ചെയ്യുന്നത് ഈ ഏറ്റവും അമൂല്യമായിട്ടുള്ള വിഗ്രഹങ്ങൾ, മറ്റ് ക്ഷേത്രത്തിലെ വസ്തുക്കൾ, ഈ ചോള വിഗ്രഹങ്ങളൊക്കെ തന്നെയാണ് കടത്തിക്കൊണ്ടുപോയി അന്താരാഷ്ട്ര വിപണിയിൽ തട്ടിപ്പ് നടത്തുന്നത്. അത് വിൽക്കുകയൊക്കെ ചെയ്യുന്നത് വലിയ രീതിയിൽ തുകയ്ക്കാണ് വിൽക്കുന്നത്. കോടികൾ വിലമതിപ്പുള്ള വിഗ്രഹങ്ങളാണ് ഇത്തരത്തിൽ ഈ തമിഴ്നാട്ടിൽ നിന്നടക്കം കൊണ്ടുപോയിട്ടുള്ളത്. ഇത് പിന്നീട് വ്യാജരേഖകളൊക്കെ ചമച്ചാണ് ഇത് തന്റെ എന്നുള്ള രീതിയിലൊക്കെ തന്നെ ആക്കി തീർക്കുന്നത്. എന്തായാലും ഇത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതാണ് ഈ സുഭാഷ് കപൂറിന്റെ ഒരു പതിവ്, ഒരു രീതി എന്ന് പറയുന്നത്. എന്തായാലും അതേ രീതിയിലുള്ള സമാനമായിട്ടുള്ള നീക്കം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ, അതോടൊപ്പം തന്നെ വാതിൽ പാളികൾ, ഇതിന്റെയൊക്കെ തന്നെ പകർപ്പ് അത് കൃത്യമായിട്ട് അളന്നെടുത്തുകൊണ്ട് ആ പകർപ്പ് സൃഷ്ടിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിട്ടുള്ളത്. അത് പിന്നീട് യഥാർത്ഥ ഈ പറയുന്ന പാളികൾ കൊണ്ടുപോയിട്ട് അതിന്റെ പകർപ്പുകൾ തിരിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചതാണോ എന്നുള്ള ഒരു സംശയമാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ രാജ്യാന്തര വിഗ്രഹ കടത്തുകാരുടെ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയ ഒരു സ്ഥിതിക്ക് അക്കാര്യത്തിൽ ഒരു വ്യക്തത SIT സംഘം വരുത്തണമെന്നും കൂടി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്, ഈ ക്ഷേത്ര നിർമ്മാണത്തിന്റെ മറവിൽ ഈ ക്ഷേത്രത്തിലെ അമൂല്യമായിട്ടുള്ള വസ്തുക്കളുടെ പകർപ്പുകൾ സൃഷ്ടിച്ചെടുത്ത് അത് പിന്നീട് അന്താരാഷ്ട്ര വിപണിയിൽ പണത്തിന് വേണ്ടിയിട്ട് വിൽക്കുന്ന ഒരു ശ്രമം അതാണ് ഉണ്ടായതെന്നുള്ള ഒരു സംശയമാണ് തങ്ങൾക്കുള്ളതെന്നാണ് ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഇന്ന് നിരീക്ഷണം ഉണ്ടായിട്ടുള്ളത്. അതുമാത്രമല്ല, മറ്റു ചില സംശയങ്ങൾ കൂടി ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. 1998-99 കാലഘട്ടത്തിലാണ് 24 ക്യാരറ്റ് സ്വർണ്ണം ഉപയോഗിച്ച് ഏകദേശം 2519 ഗ്രാം സ്വർണ്ണം ഉപയോഗിച്ച് ശബരിമല സ്വർണ്ണ കവർച്ച രാജ്യാന്തര വിഗ്രഹ കടത്തിന്റെ ഭാഗമെന്ന സംശയം ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുകയാണ്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങൾ സുഭാഷ് കപൂർ എന്ന് പറയുന്ന അന്താരാഷ്ട്ര വിഗ്രഹ കടത്തുകാരനിലെ സമാനമാണ് എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഐസൻ ജോസിലേക്ക് ഒന്ന് പോകുകയാണെങ്കിൽ, ഐസൻ, ഈ സുഭാഷ് കപൂർ ആരാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി നമ്മൾ ഒന്ന് ഗൂഗിൾ ചെയ്താൽ വളരെ കൃത്യമായി മനസ്സിലാകും. തമിഴ്നാട് കേന്ദ്രീകരിച്ച് അവിടുത്തെ ക്ഷേത്രങ്ങളിൽ നിന്നും നിരവധി വിഗ്രഹങ്ങൾ ഇയാൾ അവിടെ നിന്ന് മോഷ്ടിച്ച് അന്താരാഷ്ട്ര വിപണികളിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരദരാജ പെരുമാൾ ക്ഷേത്രം, അവിടെ അരയല്ലൂർ ജില്ലയിലുള്ള വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്നും 19 വിഗ്രഹങ്ങളാണ് ഇയാൾ മോഷ്ടിച്ച് അന്താരാഷ്ട്ര വിപണിയിലേക്ക് കടത്തിയത്. അതിനാണ് ജർമ്മനിയിൽ വെച്ച് അയാൾ അറസ്റ്റിലാകുന്ന സാഹചര്യം. മാത്രവുമല്ല, ഇയാളുടെ സഹോദരിയെ തിരുവെങ്കടാർ ക്ഷേത്രം, പാപ്പനംകുളത്തുള്ള തെങ്കാശിയിലുള്ള തിരുവെങ്കടാർ ക്ഷേത്രത്തിൽ നിന്നും ഒരു വിഗ്രഹവുമായി പിടികൂടുകയുണ്ടായി. ആ വിഗ്രഹത്തിന് മാത്രം 12 കോടി രൂപയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിലയുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ വ്യാപകമായി ഈ വിഗ്രഹ മോഷണം നടക്കുകയാണ്. ഇതുമായി ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധം നമുക്ക് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെടുത്താൻ കഴിയുമോ ഐസൻ? നിലിമ, തീർച്ചയായും കോടതി ഈ വിഷയം പരിശോധിക്കുക തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് സുഭാഷ് കപൂർ എന്ന് പറയുന്ന ഈ വിഗ്രഹ മോഷ്ടാവിൻ്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. നമുക്കറിയാവുന്നതാണ്, ഈ വിഗ്രഹപ്പാളികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ സ്വർണം പൂശിയ പാളികൾ, സ്വർണം പൊതിഞ്ഞ പാളികൾ കടത്തിക്കൊണ്ടുപോയി അതിൽ നിന്നും സ്വർണം എടുത്തു മാറ്റി വീണ്ടും അതിൽ സ്വർണം പൂശി വേറൊരു തരത്തിലൊക്കെ ആക്കി പലയിടത്തും പ്രദർശിപ്പിക്കുന്നു. പ്രദർശിപ്പിക്കുന്നത് പലയിടങ്ങളിലും കൊണ്ട് കാണിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മിച്ചു എന്നും പറയുന്നത് കേൾക്കുന്നുണ്ട്. അത്തരത്തിലൊരു
അത്തരത്തിലുള്ളൊരു നീക്കം തന്നെയാണ് ഈ സുഭാഷ് കപൂർ നടത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിഗ്രഹം മോഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു ക്ഷേത്രത്തെ സ്വാധീനിക്കുക. അപ്പോൾ നമുക്കറിയാം ഈ ചിദംബരം വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഏറ്റവും അധികം വിഗ്രഹങ്ങൾ മോഷ്ടിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലെത്തി അവിടെയുള്ള പൂജാരിമാരെയും അതുപോലെ തന്നെ ക്ഷേത്രം ജീവനക്കാരെയും സ്വാധീനിച്ച് അതിൻ്റെ രൂപം കൃത്യമായി അളവെടുത്ത് കൊണ്ടുപോവുക. എന്നിട്ട് അളവെടുത്തതിന് ശേഷം ഈ അളവെടുത്ത രൂപത്തിന് സമാനമായ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മിച്ച് മറ്റൊരു വിഗ്രഹത്തിന് സമാനമായ ഒരു സംവിധാനം വിഗ്രഹം പോലെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹം നിർമ്മിച്ച് അവിടെ കൊണ്ടുവയ്ക്കുകയും അവിടെ ഇരുന്നിരുന്ന മറ്റ് പഴയ വിഗ്രഹം എടുത്ത് മാറ്റുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. അതാണ് പ്രധാനമായും ഇയാൾ നടത്തിയിരിക്കുന്നത്. ഈ പ്രവർത്തനം തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും നടത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് വിഗ്രഹങ്ങൾ ഇവിടെ നിന്ന് ഈ ദ്വാരപാലക പാളികൾ എടുത്തുകൊണ്ട് പോകുന്നു. ആ സ്വർണം പൊതിഞ്ഞ പാളികൾ എടുത്തുകൊണ്ട് പോകുന്നു. ആ സ്വർണം പൊതിഞ്ഞ പാളികളിൽ നിന്നും സ്വർണം മാറ്റുന്നു. അതിനുശേഷം വീണ്ടും അതിൽ പ്ലേറ്റിംഗ് സാധ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതായത് ചെമ്പിൽ മാത്രമാണ് സ്വർണം പ്ലേറ്റ് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ പ്ലേറ്റിംഗ് സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ പ്ലേറ്റ് ചെയ്ത ചെമ്പ് പാളികൾ എന്ന് പലയിടത്തും പരാമർശിച്ച് കാണുന്നുണ്ട്. സ്വാഭാവികമായും ഈ ദ്വാരപാലക ശില്പികൾ ഒറിജിനലായൊരു ശില്പത്തെ എടുത്തു മാറ്റി അതിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചതാണോ അതോ അത് സ്വർണം മോഷ്ടിക്കാതെ തന്നെ നേരിട്ട് വിറ്റതാണോ അത് മറ്റേതെങ്കിലും ഇത്തരത്തിലുള്ള മാർക്കറ്റുകളിൽ വിറ്റതാണോ എന്ന് സംബന്ധിച്ചൊക്കെ അന്വേഷണം വേണ്ടതുണ്ട് എന്ന ഒരു നിലപാട് തന്നെയാണ് അറിയിക്കുന്നത്. അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മിച്ചതായുള്ളൊരു നീക്കങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. മറ്റ് ക്രിമിനോളജിസ്റ്റുകളോടൊക്കെ ഈ വിഷയം അന്വേഷിക്കുമ്പോൾ പറയുന്നത് മറ്റ് ചില രീതിയിലുള്ള ഒരു കാര്യവും ഇതിനോടൊപ്പം നടന്നിരിക്കാം. ശബരിമലയിൽ വർഷങ്ങളായിരിക്കുന്ന സ്വർണത്തിൻ്റെ ഒരു അംശമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് എന്ന രൂപത്തിൽ ഏതെങ്കിലും മറ്റ് ആഭരണങ്ങൾ നിർമ്മിക്കുകയോ എന്തെങ്കിലും അയ്യൻ്റെ ലോക്കറ്റുകൾ നിർമ്മിക്കുകയോ ഒക്കെ ചെയ്യാം. അത്തരത്തിലുള്ളൊരു കുറ്റകൃത്യമൊക്കെ ചെയ്തത് അത്തരത്തിൽ അത് വിതരണം ചെയ്യുന്ന രീതിയിൽ വരെ ചിലപ്പോൾ കാശുണ്ടാക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ പണം അനധികൃതമായി നേടാനുള്ളൊരു നീക്കം നടന്നിരിക്കാം. അത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് വിദഗ്ധരെ ഒക്കെ സമീപിക്കുമ്പോൾ അവർ പറയുന്നത് പല രീതിയിലുള്ളൊരു നീക്കം ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടാകാം എന്ന് തന്നെയാണ്. മാത്രമല്ല പലയിടങ്ങളിലും ഈ വിദേശങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിൽ സ്ഥാപിക്കുന്നതിന് ഇതിൻ്റെ കൃത്യമായ അളവുകൾ ആവശ്യമുണ്ട്. അത്തരമുള്ള അളവുകളൊക്കെ കൃത്യമായ വിശ്വാസ പ്രമാണ പ്രകാരമുള്ള നടപടികളിലൂടെ അത് പൂജയും കാഴ്ചയും ഈ തന്ത്രവുമൊക്കെ ബന്ധപ്പെട്ട വിശാലമായ കാര്യങ്ങളിലൂടെ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് പകരം മറ്റു രീതിയിലെല്ലാം തന്നെ അത് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നൊരു നീക്കം നടത്തുക, അത് മറ്റു ആൻറ്റിക്കുകൾ നിർമ്മിക്കുന്നതിന് സമാനമായ അത് രൂപത്തിൽ നിർമ്മിച്ച് അത് ഏതെങ്കിലും പഴയ പുരാവസ്തുവാണ് ശബരിമലയിൽ എഴുന്നിരുന്ന വസ്തുവാണ് എന്ന പേരിൽ വിറ്റഴിക്കുക, എന്ത് കുറ്റകൃത്യവും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ ശബരിമലയിൽ എത്തുന്ന വസ്തുവകകൾ, അതായത് ഇത്തരത്തിലുള്ള സ്വർണ്ണപ്പാളി, സ്വർണം പൂശുന്നതായാലും സ്വർണം പ്ലേറ്റ് ചെയ്യുന്ന സ്വർണം ഇത്തരത്തിൽ പൊതിയുന്നതായാലും അമാൽഗമേറ്റ് ചെയ്യുന്നതായാലും ഒക്കെ തന്നെ അത്തരമുള്ള വസ്തുക്കൾ, ഇത്രയും പ്രഷ്യസായ വസ്തുക്കൾ ഒരു ക്ഷേത്രത്തിലെത്തുമ്പോൾ ആ ക്ഷേത്രം അതെങ്ങനെ സൂക്ഷിക്കണം, അത് എങ്ങനെ വീഴ്ച വരാതെ നഷ്ടം വരാതെ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നത് സംബന്ധിച്ച് കൃത്യമായൊരു മാർഗ്ഗനിർദ്ദേശമില്ലാത്തതും അതുമാത്രമല്ല ഒരു ഭരണ സംവിധാനം കൃത്യമായി അതിൽ മുകളിൽ പ്രവർത്തിക്കാത്തതുമാണ് ഇതിനെല്ലാം കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സമാന രീതിയിൽ സുഭാഷ് കപൂർ നടത്തിയ ഈ ഡ്യൂപ്ലിക്കേറ്റ് വിഗ്രഹങ്ങൾ കൊണ്ടുവച്ച് ഒറിജിനൽ വിഗ്രഹം മോഷ്ടിക്കുന്ന ഒരു രീതി, അവിടെയുള്ള ജീവനക്കാരെ സ്വാധീനിക്കുന്ന രീതി, ഇതെല്ലാം ഇതിൽ കാണാനുണ്ട് എന്നാണ് ഇന്ന് ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞത്.